വീണ്ടും സ്വാഗതം. സിനിമ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് നടക്കുന്ന പേപ്പർ വർക്കുകളുടെ വിശദീകരണം തുടരുന്നു. 25/5 take 1. സാങ്കേതിക വിദ്യയുടെ പുരോഗതി ചലച്ചിത്ര ചിത്രീകരണ പൂർവ്വകർമ്മങ്ങളെ സഹായിക്കുന്നു. ലൊക്കേഷൻ ഫോട്ടോ ചാർട്ടിംഗ് എന്ന ഏറ്റവും പുതിയ മുന്നൊരുക്കം അപരിചിത ദേശങ്ങളിലെ ചിത്രീകരണത്തിനുള്ള മികച്ച മാർഗരേഖയാണ്. ചാർട്ടിങ്ങിൽ ഇപ്പോൾ ഒരു പുതിയ വേർഷൻ, പുതിയ രീതിയിൽ ചാർട്ട് ഉണ്ടാക്കിയിട്ടില്ല, അതിനെക്കുറിച്ചൊന്ന്. അത് സാർ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലൊക്കേഷൻ്റെയും ഫോട്ടോസ് എടുത്തുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ലൊക്കേഷനുകളുടെ ഫോട്ടോസ്, ഇപ്പോൾ ഇത് സാറിൻ്റെ പുതിയ ചിത്രമായിട്ടുള്ള സ്പാനിഷ് മസാല എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ ടൊളേഡോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത്തരം ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇതിൻ്റെ അടിയിൽ സീൻ നമ്പറുകൾ, ഇവിടെ എടുക്കുന്ന സീൻ നമ്പറുകൾ, ഇത്ര ദിവസം ഡേറ്റ് ഏതാണ്, അപ്പോൾ അത് വെച്ച് പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് എല്ലാവർക്കും ഈ ലൊക്കേഷൻ വിത്ത് റൂട്ട് അതിൻ്റെ മുന്നിൽ കറക്റ്റായിട്ട് എത്താൻ പറ്റും. അപ്പോൾ ഓരോ ലൊക്കേഷൻ്റെ ഇതുപോലെ നമ്മൾ ഫോട്ടോസ് എടുത്തുകൊണ്ട് ഈ ടൊളേഡോ ആണെങ്കിൽ ഇത് മാറ്റിഡ് ടൗൺ, അങ്ങനെ എവിടെയൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പിക്ചർ നമുക്ക് ഫുൾ യൂണിറ്റ് കൊടുക്കാൻ പറ്റും. ഓരോ ആളുകളുടെ ഭാവനയ്ക്കനുസരിച്ച് ഇത് ഇനിയും മാറിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോൾ ഇത് ചെയ്യുന്ന എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാൾ കൂടുതൽ സൗകര്യത്തിന് വേണ്ടി പുതിയൊരു സ്ഥലം എന്നുള്ള നിലയിൽ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ മൊബൈൽ ഫോണുകളിൽ മൂവിങ് വീഡിയോസ് വെച്ചിട്ടായിരിക്കും ലൊക്കേഷൻസ് ചാർട്ട് ചെയ്യുന്നത്. അതൊക്കെ അടുത്ത സ്റ്റേജിൽ തീർച്ചയായിട്ടും വരാവുന്നതാണ്. ആർട്ടിസ്റ്റുകളും ക്യാരക്ടറും വേണ്ടി ഇപ്പോൾ ഇത് നമുക്ക് പ്രൊഡക്ഷൻ കൺട്രോളർമാർക്ക് കൊടുക്കാനും, അപ്പോൾ അവർക്ക് ഏത് ക്യാരക്ടറാണ്, ഇപ്പോൾ ഒരു മെയിൻ നായകനെ ആരാണ് അഭിനയിക്കുന്നത്, അവരുടെ അങ്ങനെ പറയുന്ന ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കും. ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റുകൾ. ഇതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ എത്ര ആർട്ടിസ്റ്റുകൾ ടോട്ടൽ ഇതിൽ വരുന്നുണ്ട്, അപ്പോൾ അവരുടെ തന്നെ ഏതൊക്കെ ഡേറ്റുകൾ ഇവിടെ വരുന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്യണമെങ്കിൽ എത്ര ദിവസം, അതിപ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും ഉപയോഗിക്കും. റെമ്യൂണറേഷൻ പറയാനാണെങ്കിൽ എത്ര ദിവസമാണ് അവർ വേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട്, അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ അത് കൃത്യമായിട്ട് എഴുതി കൊടുക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് അവരോട് പറയാനുള്ള വളരെ എളുപ്പമുണ്ട്. ഇങ്ങനെയാണ് ഒരു തിരക്കഥ ഉണ്ടാവുക. ഇത് സീൻ നമ്പർ 1. ഇതെവിടെയാണ് നടക്കുന്നത്? വളന്തക്കാട്. ഇത് പകലാണോ രാത്രിയാണോ? ഇപ്പോൾ ഡേ ആണ് എക്സ്റ്റീരിയർ. ഒരു ടോപ്പ് ആംഗിൾ ഷോട്ടിൽ നഗരത്തിലേക്ക് കൂടുതലായി നമ്മൾ കണ്ടൽക്കാടിൻ്റെ ഷോട്ട്സ്, കായലിലൂടെ സഞ്ചരിച്ച് നമ്മൾ വളന്തക്കാട്ടിലെ കണ്ടൽക്കാട്ട് ഹൈടെക് സിറ്റിക്ക് വേണ്ടി നശിപ്പിക്കുന്നതിനെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിലേക്ക്. ഇത് പറയുന്ന ആ സീനിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണിത്. അപ്പോൾ ഒരു പേപ്പർ ആദ്യം ഇങ്ങനെ മാർജിൻ ആക്കി മടക്കും, ഇത് മാർജിൻ. അത് കഴിഞ്ഞ് ആ ബാക്കിയുള്ള പേപ്പർ നടു മടക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ നടുവിൽ ഈ പോർഷൻ വരെ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ എഴുതുള്ളൂ. ഈ സൈഡ് ബ്ലാങ്ക് ആയിരിക്കും, ഈ സൈഡ് ബ്ലാങ്ക് ആക്കി ഇടും. പിന്നീട് ഡിസ്ക്രിപ്ഷൻ കഴിയുമ്പോൾ സംസാരിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ട് ഇതാണ് ഡയലോഗ് ഈ സൈഡിൽ മാത്രമേ എഴുതുള്ളൂ, ഇവിടെ എഴുതില്ല. ഇത് ഡിസ്ക്രിപ്ഷൻ എഴുതാനുള്ള സ്ഥലമാണ്. ഡയലോഗ്സ് ഈ സൈഡിൽ വരും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നോക്കിയാൽ ഉള്ള ഷൂട്ട് ചെയ്യുമ്പോഴത്തെ സൗകര്യത്തിന് ഡിസ്ക്രിപ്ഷൻ നോക്കി ഡയലോഗ്, ചിലപ്പോൾ ഈ ഡയലോഗ് ഇതിൻ്റെ ഇടയിൽ എഴുതി കഴിഞ്ഞാൽ ഒരു ഡയലോഗൊക്കെ മിസ്സായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാഴ്ചയിൽ തന്നെ അത് വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. സംസാരം അവസാനിപ്പിച്ചിരിക്കുന്ന നീലകണ്ഠൻ, മാധ്യമപ്രവർത്തകർക്കിടയിൽ അഞ്ജലിയെ കാണാം. ഇതിനാണ് ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈ സീനിൽ വരുന്ന പ്രോപ്പർട്ടീസ് ഇവിടെ എഴുതി വയ്ക്കും. ഇതിൽ വരുന്ന ആർട്ടിസ്റ്റുകൾ, ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് റൈറ്റ് സൈഡിൽ എഴുതി വയ്ക്കും. അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ചില സൗകര്യത്തിന് വേണ്ടിയിട്ടും ഈ തൊട്ട് മുൻപത്തെ സീൻ ഏതാണോ ആ സീനും ഇവിടെ എഴുതി വയ്ക്കും. അപ്പോൾ ഇതിനു മുമ്പ് എന്താ നടന്നതെന്നുള്ളത് ഈ സീനിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഈ 1 ലൈൻ പോലെ ഇതിന് തൊട്ട് മുമ്പത്തെ സീനിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ടാവും. ഒരു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് മാർക്ക് ചെയ്ത സീൻ കാണിക്കും. ഇതുപോലെ നന്നായി കണ്ട സീന് ഇതുപോലെ വൃത്തികേടാക്കുന്നത് സംവിധായകനാണ്. ഇത് ഷോട്ടുകളായിട്ട് സീനിനെ വിഭജിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വെട്ടിടുന്നത് ഷൂട്ട് ചെയ്ത് എന്നുള്ളതിനാണ്, എടുത്തു കഴിഞ്ഞാലാണ് ഈ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വെട്ടിടുന്നത്. ഇത് ഷോട്ട് നമ്പർ 2. ഇത് എത്ര ടേക്ക് എടുത്തു, ടേക്ക് 4 ഓക്കെ. ഇത് എടുത്തു കഴിഞ്ഞു എന്നുള്ളതിനാണ് ഇത്. ഇനി ഡയലോഗ് ഇല്ലാത്ത ചില ഷോട്ടുകൾ എടുക്കും. ആ ഷോട്ടുകൾ എടുക്കുന്നത് മാർക്ക് ചെയ്യുന്നതാണിത്. ഈ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിൽ എന്തൊക്കെയാണ് നിങ്ങൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയും. ഇപ്പോൾ ഇപ്പോൾ ഡയറക്ടർ ഷോട്ട് മാർക്ക് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഷോട്ട് നമ്പർ കൃത്യമായിട്ടിട്ടു. അപ്പോൾ ഷോട്ടുകളുണ്ടാവും, അതിന് ബൈ ഷോട്ടുകളുണ്ടാവും. ഇപ്പോൾ ഒരേ ആംഗിളിൽ എടുക്കുകയാണെങ്കിൽ അത് പല സ്ഥലത്തുനിന്നായിട്ടും ചിലപ്പോൾ എടുക്കുന്നു.
ചിലരുടെ സൗകര്യാർത്ഥം ഒരു ആംഗിളിൽ വെച്ചുള്ള സീനുകൾ പൂർണ്ണമായിട്ടും എടുക്കും. അത് ഓപ്പോസിറ്റ് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ലൈറ്റിങ്ങിൻ്റെയും സമയം ലാഭിക്കാൻ വേണ്ടി പലപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ആംഗിളിലുള്ള ഷോട്ടുകൾ, അപ്പോൾ ഈ വെട്ടാണ് പലപ്പോഴും നമ്മളെ ഏതൊക്കെ എടുത്തില്ല എന്നുള്ളത് സഹായിക്കുന്നത്. ഈ വെട്ട് കണ്ടിട്ടാണ് കൃത്യമായിട്ട് അറിയണമെങ്കിൽ. പിന്നെ പെട്ടെന്ന് വെട്ടാത്തുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു വെട്ട് വന്നില്ലെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചിലപ്പോൾ, അപ്പോൾ അതിന് എളുപ്പമാണ്. അപ്പോൾ ഈ ഷോട്ട് വന്നില്ലെങ്കിൽ അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും. കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ ടേക്കൺ, അല്ലെങ്കിൽ വെറുതെ ഡേറ്റ് മാത്രം എഴുതിയിടും, അല്ലെങ്കിൽ ടു ബി എന്ന് എഴുതി ടു ബി ടേക്കൺ എഴുതും. അപ്പോൾ അല്ലെങ്കിൽ ഡേറ്റ് മാത്രം എഴുതിയിട്ട് കഴിഞ്ഞാൽ അതിൽ ബാക്കി ഉണ്ടാവും ഷോട്ടുകൾ. ആ ഷോട്ടുകൾ ബാലൻസ് വരുന്നത് സാധാരണ ഇവിടെ എവിടെയെങ്കിലും കുറിച്ച് വെക്കും. അപ്പോൾ ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരു 2 ഷോട്ട് ബാലൻസ് ഉണ്ട്. സലാം അഡ്വക്കേറ്റ് ആണല്ലോ, എന്തുകൊണ്ടാണ് ആ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാതെ ഇതിലേക്ക് വന്നത്? ഈ സിനിമയിൽ വന്നതിന് ശേഷം തന്നെ ഞാൻ കോടതി പോകാറുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്നു. ഇപ്പോൾ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഓടി നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നൊരു ജോലി. കോടതിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ ഇങ്ങനെ ഇരുന്ന് അവർ പറയുന്ന ഒന്നും മിണ്ടാൻ പറ്റില്ല, ഒന്നും നമ്മൾ ചോദിക്കുമ്പോൾ മാത്രം മറുപടി. ഇപ്പോൾ നമ്മൾ മറ്റുള്ളവർ ചോദിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ പോലും നമുക്ക് വെറുതെ കോടതിയിൽ സംസാരിക്കാൻ പറ്റില്ല, ഒരു വക്കീലെന്നുണ്ട്. അപ്പോൾ വളരെ ഇതായിട്ട് നിൽക്കുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഒരു മേഖല സിനിമയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. സ്വന്തമായിട്ട് സിനിമ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ 1-2 സ്ക്രിപ്റ്റിംഗ് സ്വന്തമായിട്ട് എഴുതുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലരുടെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാതെ തന്നെ സിനിമ വേണം. മാരീഡാണോ? മാരീഡാണ്. എത്ര കുട്ടികളുണ്ട്? ഒരു മോളാണ്, അദീന എന്നാണ് മോളുടെ പേര്. ഭാര്യ അമീന, എറണാകുളം ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ്. അധികം വൈകാതെ തന്നെ സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും. സാറിൻ്റെ അനുഗ്രഹം തരുന്നു.